എല്ലാവർക്കും SR കറി വേഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കൈപ്പത്തിരി. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇതേപോലെ പൊങ്ങി വേണം എടുക്കാൻ. കണ്ട ഇതുപോലെ പൊങ്ങി വന്ന അതിൻ്റെ മീതെ നെയ്യ് തടവി തേങ്ങാപ്പാൽ ഒഴിച്ച് പഞ്ചസാരയും കൂട്ടി കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. കറിയുടെ ഒന്നും ആവശ്യം വരില്ല. കറി കൂട്ടിയിട്ടാണെങ്കിൽ ചിക്കനും മട്ടനും മുട്ട റോസ്റ്റും ഒക്കെ കൂട്ടി കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ റെസിപ്പിയിലേക്ക് പോയാലോ? അതിനായി 2.5 കപ്പ് അരിപ്പൊടി ഈ കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേ കപ്പിൽ 3/4 കപ്പ് തിരുമ്മിയ തേങ്ങ, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, ഒരു 4 ചെറിയ ഉള്ളി കറിക്ക് അരിയണ പോലെ അരിഞ്ഞെടുത്തത്. ഒരു ബൗളിലേക്ക് ഈ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. തിരുമ്മിയ തേങ്ങ, നല്ല ജീരകം, ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് തിളച്ച വെള്ളം വേണം ഒഴിക്കാൻ. നല്ല ചൂടുണ്ടായിരിക്കണം. നമ്മൾ പൊടിക്ക് വെള്ളം എടുക്കുമ്പോൾ വെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കണം. അതിങ്ങനെ കുറേശ്ശെ ആക്കി പൊടിയുടെ എല്ലാ ഭാഗത്തും ഇതുപോലെ ആക്കി കുഴച്ചെടുക്കുക. വെള്ളം കൂടാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പത്തിരിക്ക് എങ്ങനെയാണോ പൊടി വാട്ടുന്നത് അതേപോലെ പത്തിരിക്ക് പൊടി വാട്ടുമ്പോൾ വെള്ളത്തിലേക്ക് പൊടി ഇട്ട് കൊടുക്കല്ലേ. ഇത് തിളച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഒരു തിക്നെസ്സിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് നല്ലവണ്ണം ചൂടോടു കൂടി തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ലവണ്ണം കുഴച്ചെടുത്തെങ്കിൽ മാത്രമേ ഇത് അപ്പം പൊങ്ങി കിട്ടുള്ളൂ. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ഇത് പരത്താനായിട്ട് ഇല എടുക്കുക. ഇതേപോലെ വാഴയുടെ ഇലയിലാണ് ഇത് പരത്തിയെടുക്കുക. ഇത് സ്റ്റൗവിൽ വെച്ച് ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോഴത്തേനും സ്റ്റൗവിൽ പത്തിരി ചുടാനുള്ള ചട്ടി വെച്ച് കൊടുക്കുക. ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടിയിലും ഇത് ചുട്ടെടുക്കുക കേട്ടോ. ഇനി പൊടി ഇതുപോലെ ബോളാക്കി മാറ്റി വയ്ക്കുക. നമ്മൾ ചപ്പാത്തിയുടെ അതേ വലിപ്പമല്ല, അതിൻ്റെ ഡബിൾ ഇരട്ടി വലിപ്പത്തിലാണ് ബോൾ എടുക്കേണ്ടത്. പത്തിരി നല്ല കനത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അത് നല്ലവണ്ണം കയ്യിൽ വെച്ച് ഇതുപോലെ കുഴച്ച് ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ വട്ടാക്കി എടുക്കുക. എന്നിട്ട് ഇലയിൽ വെച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു വയ്ക്കുക, പച്ചവെള്ളം കേട്ടോ. എന്നിട്ട് കൈയൊന്ന് മുക്കിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. ഇതുപോലെ ഇതുപോലെ കൈ നനച്ചിട്ട് വട്ടാക്കി എടുക്കുക. കുറച്ച് കട്ടിക്കായിരിക്കും ഇത് പരത്തിയെടുക്കുക. ചട്ടി ഹൈ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ. ചട്ടി നല്ലവണ്ണം ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നമ്മൾ പത്തിരി അതിലേക്ക് ഇടുമ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം സ്റ്റൗവ് വെക്കേണ്ടത്. എന്നാലേ ഇത് വെന്ത് കിട്ടുള്ളൂ. ഇത് കട്ടിയുള്ളത് കൊണ്ട് വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നത്. കൈ കുറച്ച് നനച്ച് ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് കയ്യിലേക്ക് ഇതുപോലെ എടുക്കുക. എന്നിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം ചെറുതായി ഒന്ന് വാടി വന്നാൽ അപ്പം തന്നെ മറച്ചിട്ട് കൊടുക്കുക. നമ്മൾ പത്തിരിയൊക്കെ ചുടുന്ന പോലെ തന്നെയാണ് ഇത് ചുട്ടെടുക്കുക. ഒരു സൈഡ് വേഗം മറിച്ചിട്ട് മറ്റേ സൈഡ് കുറച്ചധികം നേരം ഇട്ട് കൊടുക്കുമല്ലോ, അതേപോലെ. എന്നിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ച ഭാഗം ഒരു 2 മിനിറ്റ് നേരം വെച്ചാൽ മതി. അതിൻ്റെ എല്ലാ ഭാഗത്തും അരികിലും ചട്ടകം കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ നടുഭാഗം ഇങ്ങനെ പൊള്ളച്ച് വരും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പം ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസ്
നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു.